ചലച്ചിത്ര പ്രേമികൾ ഒരുപോലെ കാത്തിരുന്ന ചിത്രം ടിയാൻ വെള്ളിയാഴ്ച മുതൽ പ്രദർശനം ആരംഭിച്ചിരിക്കുന്നു. താരസഹോദരങ്ങളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തുമാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. ശക്തമായ രാഷ്ട്രീയമാണ് സിനിമയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു ഏടുകൂടി സൃഷ്ടിക്കാനാണ് ടിയാൻ എത്തിയത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. മുരളി ഗോപിയുടെ തിരക്കഥയിൽ GN കൃഷ്ണകുമാറാണ് ചിത്രത്തിന്റെ സംവിധാനം. ടിയാന്റെ ആദ്യ ടീസർ പുറത്തു വന്നതു മുതൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ചലച്ചിത്ര പ്രേമികൾ. ഹൈദരാബാദ്, പൂനെ, ബദ്രിനാഥ് എന്നിവിടങ്ങളിലായാണ് സിനിമ ചിത്രീകരിച്ചത്. സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പശ്ചാത്തലമാക്കിയാണ് സിനിമയുടെ കഥ ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ ശബ്ദത്തിലാണ് സിനിമ തുടങ്ങുന്നത് എന്നത് ആരാധകരിൽ ഒരുപാട് സന്തോഷവും പ്രതീക്ഷയും ഉണർത്തി. ശങ്കരാചാര്യ ഐതിഹ്യത്തിലൂടെയുള്ള തുടക്കവും മരുപ്രദേശത്തിലൂടെയുള്ള ബസ് യാത്രകളുടെ ആവിഷ്കരണവും ചിത്രത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചിരിക്കുന്നു. മലയാളികൾ ധാരാളമുള്ള ഒരു ഉത്തരേന്ത്യൻ ഗ്രാമത്തെ ഒഴിപ്പിച്ച് മഹാഷായി ആശ്രമം പണിയാനുള്ള ശ്രമവും ആ കൂട്ടത്തിൽ പട്ടാഭിരാമനെയും കുടുംബത്തെയും ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളും വർഗീയതയും ഗോമാംസവും എല്ലാമാണ് സിനിമയിലെ ഇതിവൃത്തം. മഹാഷായായി മുരളി ഗോപിയും പട്ടാഭിരാമനായി ഇന്ദ്രജിത്തും വേഷമിടുന്നു. അസ്ലനിലൂടെയാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതി സഞ്ചരിക്കുന്നത്. അസ്ലൻ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകുന്നത് യുവ സൂപ്പർ താരം പൃഥ്വിരാജാണ്. അസ്ലന്റെ ഭൂതകാല വർണ്ണനകളിലൂടെയാണ് ടിയാൻ പൂർത്തിയാകുന്നത്. ഒരു ദേശം ഇന്നിന്റെ കഥ പറയുമ്പോൾ അതിലൊന്നല്ല 1000 ഇന്നലകൾ ഉണ്ടാകും. മറവി കാർന്നുപോയ എണ്ണമറ്റ ജന്മങ്ങൾ ഒരുമിച്ചൊന്നായ അദൃശ്യമായ ഒരു നായക മുഖവും ഉണ്ടാകും. ആ മുഖം തേടുന്നവനാണ് മേൽപ്പടിയാൻ, അവനാണ് ടിയാൻ. ടിയാൻ എന്ന ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തെക്കുറിച്ച് പൃഥ്വിരാജ് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഹിന്ദിയുടെ നാട്ടിൽ ചിത്രീകരിച്ച ഈ സിനിമയിൽ 2015 കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ അതീവ രഹസ്യമായി ചിത്രീകരിച്ച രംഗങ്ങളുമുണ്ട്. 20 കോടിക്ക് മേൽ ചിലവാക്കി നിർമ്മിച്ച ടിയാൻ അതീവ രഹസ്യമായാണ് ചിത്രീകരിച്ചത്. മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും ചിത്രീകരണ ലൊക്കേഷനിൽ വിലക്കുകൾ വരെ ഏർപ്പെടുത്തിയിരുന്നു. കഥാപാത്രങ്ങളുടെ ഗെറ്റപ്പും കഥയും പുറത്താകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അതീവ രഹസ്യമായി ചിത്രീകരിച്ചത്. ടിയാനിലെ പ്രധാന ആകർഷണം സെറ്റുകളാണ്. വമ്പൻ സെറ്റുകളാണ് ചിത്രത്തിനു വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഒരു വില്ലേജ് പൂർണ്ണമായും സെറ്റിട്ടാണ് ചെയ്തത്. 1000-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ടിയാനിലൂടെ നടൻ ഇന്ദ്രജിത്തിന്റെ മകൾ നക്ഷത്രയും ആദ്യമായി വെള്ളിത്തിരയിലെത്തുകയാണ് എന്നതാണ് ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷത. ഇന്ദ്രജിത്തിന്റെ മകളുടെ വേഷം തന്നെയാണ് നക്ഷത്ര ചെയ്തത്. ദൈവത്തിന്റെ പോരാളി എന്നാണ് ടിയാൻ കൊണ്ട് മുരളി ഗോപി അർത്ഥമാക്കിയിരിക്കുന്നത്. മലയാള സിനിമയിൽ ഇന്നുവരെ കാണാത്ത വരണ്ട ഭൂപ്രദേശങ്ങളുടെ ദൃശ്യഭംഗി മുഴുവൻ ടിയാനിൽ കാണാം. ഏറെ പുതുമ നിറഞ്ഞ ഗെറ്റപ്പിലാണ് മുരളി ഗോപി ചിത്രത്തിലുള്ളത്. കൂടാതെ 2 വ്യത്യസ്ത ഗെറ്റപ്പുകളിൽ പൃഥ്വി പ്രത്യക്ഷപ്പെടുന്നു എന്ന പ്രത്യേകത കൂടി ടിയാൻ അവകാശപ്പെടുന്നു. പത്മപ്രിയ, അനന്യ, പാരീസ് ലക്ഷ്മി എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. ഗോപി സുന്ദറാണ് ചിത്രത്തിന്റെ സംഗീതം. ഛായാഗ്രഹണം സതീഷ് കുറുപ്പും നിർമ്മാണം ഹനീഷ് മുഹമ്മദുമാണ് നിർവഹിച്ചിരിക്കുന്നത്. വൻ വരവേൽപ്പാണ് ചിത്രത്തിന് ആരാധകരും സിനിമാ പ്രേമികളും നൽകുന്നത്. ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഉൾപ്പെടെ ഒരുപിടി മികച്ച ചിത്രങ്ങളാണ് താര സഹോദരങ്ങളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ആ വിജയം ആവർത്തിക്കും എന്ന പ്രതീക്ഷയുടെ ഭാരം പേറിയാണ് പ്രേക്ഷകർ ടിയാനെ സ്വീകരിക്കാൻ കയറിയത്. പ്രേക്ഷകരുടെ ആഗ്രഹങ്ങളെയും ആവേശത്തെയും ശരിവെക്കുന്നതാണ് ആദ്യ റിപ്പോർട്ടുകൾ. മുരളി ഗോപി കൂട്ടുകെട്ടിൽ പിറന്ന ഈ താര സഹോദര ചിത്രവും പ്രേക്ഷക പ്രതീക്ഷകളെ കോരിത്തെരിപ്പിച്ച് വൻ പ്രദർശന വിജയം നേടുകയാണ്. ചിത്രം കണ്ടവർക്ക് അഭിപ്രായം താഴെ കമന്റുകളായി രേഖപ്പെടുത്താം. You're watching me on metromatney.com. Metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.